മഞ്ജു, ഗിരിയണ്ണൻ എവിടെ പോയിരിക്കായിരുന്നു? ദേ ഇത് വാങ്ങാൻ. എന്താ ഇത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയൊക്കെ അല്ലേ, നിനക്കൊരു പുതിയ സാരി വാങ്ങിയതാ. തുറന്നു നോക്ക്. ഇഷ്ടായോ? ഒരുപാട്. അപ്പോ ഇന്ന് ഇത് ഉടുത്തോണ്ട് വേണം. അല്ല, ഞാനൊരു സാരി. നീ എന്തിനാണ് ചമ്മയിക്കുന്നത്? ആര്? നിന്റെ വായിലെടുത്ത് പഞ്ചരടിക്കാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. ചേച്ചി വെറുതെ നാണിച്ചു നിൽക്കൊന്നും വേണ്ട. ഗിരിയേട്ടന്റെ കൂടെ ഇത്രയും കാലം താമസിച്ചിട്ടും ഇപ്പോഴും നാണിച്ചു നിൽക്കുകയാണോ? നിനക്ക് എന്റെ നല്ലത് കിട്ടുവേ. ഗിരി, ഇവളെ ഞാനൊന്ന് കൊല്ലും. ഇവിടെ എപ്പോ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുന്നോ ഒപ്പം എല്ലാം തൊലയ്ക്കാൻ വന്നോളും. നശിച്ച ജന്മം. എന്താ ശാലിനി പെട്ടെന്നൊരു വരവ്? വീട്ടിലൊരു വിശേഷമുണ്ടെന്ന് സ്വപ്ന പറഞ്ഞു. അതിനിപ്പോ ശാലിനി എന്തിനാ ഓടിപ്പിടിച്ച് വന്നത്? എനിക്ക് ഗിരിയോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാ. ഇവരാരും അറിയാൻ പാടില്ലാത്ത ഒരു പേഴ്സണൽ കാര്യവും എനിക്കില്ല. ശാലിനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാം. എന്താ പറയാനുള്ളത്? ഗിരി നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ ചടങ്ങ് നടത്തുന്നത്? അതെ. എനിക്കിതെല്ലാം കുറച്ച് ധൃതി പിടിച്ച് ചെയ്യുന്ന പോലെ തോന്നി. ധൃതിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. ഇത് പേഴ്സണലായിട്ട് പറയാന്ന് കരുതിയതാ. പക്ഷെ ഗിരി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതെ വേറെ വഴിയില്ല. മഞ്ജു മുകുന്ദന്റെ വീട്ടിൽ താമസിക്കുമ്പോ അയലത്തുള്ള അയ്യപ്പൻ എന്ന ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അമ്മ, ഇവളീ ഫസ്റ്റ് നൈറ്റ് പരിപാടി കൊളാക്കുന്ന തോന്നുന്നു. അപ്പോ എന്റെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നാണ് നീ പറയുന്നത്? അതെ. ശരി. ശാലിനി അതിനെക്കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? നാട്ടുകാര് പറഞ്ഞിട്ട്. അല്ലാതെ നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടു. മുകുന്ദന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ മഞ്ജുവിനെയും അയ്യപ്പനെയും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തില് കണ്ടു. വേണ്ട ഗിരിട്ട, ഞാൻ നീ ഒന്നും പറയണ്ട. എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവളെ പോലുള്ളവര് നിന്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യായീകരണവും അർഹിക്കുന്നില്ല. നമ്മൾ റോഡിലൂടെ പോകുമ്പോ ഒരു പട്ടി നമ്മളെ നോക്കി കുരച്ച നമ്മൾ കൂടെ കുരയ്ക്കോ? ഏതിനെയൊക്കെ അങ്ങനെ കണ്ടാ മതി, മൈൻഡ് ചെയ്യാതെ പോണം. ഗിരി, ഞാൻ പറഞ്ഞത് 100% നുണയാണ്. നാട്ടുകാര് പറയുന്നത് കേട്ടിട്ടാണ് നീ വിശ്വസിച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ഞാൻ കരുതിയേനെ. നീ നേരിട്ട് കണ്ടുവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു സംശയമില്ല, നീ നന്നായതുപോലെ അഭിനയിക്കായിരുന്നു. നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ചേട്ടനും അനിയത്തിയും ഒരേ സ്വഭാവക്കാരാ. നന്നായതുപോലെ അഭിനയിച്ച് വീണ്ടും വീണ്ടും അവസരങ്ങൾ ചോദിച്ചു വാങ്ങും. എന്നിട്ട് അവസരം തരുന്നവർക്ക് തന്നെ പണിയും കൊടുക്കും.
നീ സഞ്ജയെക്കാളും കുറച്ച് ഭേദമാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് തെറ്റി. നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടന്റെ കാര്യത്തിൽ എടുത്ത അതേ തീരുമാനമാ എനിക്ക് നിന്റെ കാര്യത്തിൽ എടുക്കാനുള്ളത്. ഇനി നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഇനി ഈ വീടിന്റെ പടി ചവിട്ടി പോരുന്നു. എനിക്ക് നിന്റെ മുഖം കാണണ്ട. അയ്യോ, ഗിരി, ഗിരി, നീ ഇപ്പൊ ഈ ചെയ്തതിന് എനിക്ക് നിന്നെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ ഞാൻ നിന്നെ എന്ത് ചെയ്താലും ഗിരിയേട്ടൻ നിനക്ക് തന്ന ശിക്ഷയെക്കാളും വലുതാവില്ല. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മുടെ മുഖം കാണണ്ട എന്ന് പറയുന്നതിനേക്കാളും വലിയ വേദന വേറെയില്ല. ഇതിലും കൂടുതൽ ഞാൻ നിന്നെ എങ്ങനെ ശിക്ഷിക്കാന്?